Hi friends, Cheerulli videoയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഫുഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഫുഡ് വീഡിയോ ചെയ്യാനായിട്ട് ഒരു കൊതി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പുറമേ നിന്നൊന്നും വാങ്ങാത്തൊരു സംഭവം ഉണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കണു. എന്താ അറിയോ, ഞാൻ കാണിച്ചു തരാം. ചേന. ഇത് വീട്ടിലുണ്ടായ ചേനയാണ് കേട്ടോ. അപ്പോൾ ഈ ചേന വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഞാൻ ചെയ്യാൻ പോണേ. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പോണ ഒരു സാധനമാണ് ചേനപ്പൊരി. അപ്പോൾ ഈ ചേനപ്പൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചേന എടുത്തിട്ട് നല്ലപോലെ അരിയണം. അപ്പോൾ അത് അരിയുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം പിന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഓരോന്ന് അരിയണക്കാട്ടിലും മനു എളുപ്പത്തിന് അരിയാണ്. ഇങ്ങനെ 3 കട്ടി വെച്ചിട്ട് പെട്ടെന്ന് തീർക്കണം നമുക്കിത്, കാരണം നല്ല മഴ വരുന്നുണ്ട്. ഈ ചേന അരിയുമ്പോൾ കൈ ചൊറിയാതെക്കാൻ വേണ്ടിയിട്ടേ അമ്മ ആദ്യമൊക്കെ പറഞ്ഞതേന്നു, നമ്മൾ സാധാരണ അടുപ്പുണ്ടാവില്ലേ, നമ്മളെ വിറകടുപ്പ്. അപ്പോൾ ആ വിറകടുപ്പിക്ക് ഇതേപോലെ ഒരു കഷ്ണം എടുത്തിട്ടാൽ മതി. അപ്പോൾ അതവിടെ നിന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് ചേന ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുക്കാമെന്ന്. അപ്പോൾ കൈ ചൊറിയില്ല എന്നൊക്കെ പറയണേ കേൾക്കട്ടെ, അമ്മ പറഞ്ഞതേനേനെ. അപ്പോൾ ഇപ്പം എനിക്ക് കൈയൊന്നും ചൊറിയണില്ല. എന്താ വെച്ചാൽ ഈ ചേന ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നീര് കുറച്ച് വറ്റിയതുകൊണ്ടായിരിക്കാം ചൊറിയാത്ത, അതാണ് എൻ്റെ ഒരു ധാരണ. പിന്നെന്താ വെച്ചാൽ ഇതേപോലെ കൈയൊക്കെ ചൊറിയാതിരിക്കാൻ എന്തെങ്കിലും ട്രിക്കുകളൊക്കെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ചേന നമ്മൾ നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി നന്നാക്കണം. അപ്പോൾ കുറച്ച് ഉള്ളി നന്നാക്കട്ടോ. അപ്പോൾ ഏത് ഉള്ളിയാണ് ഞാൻ പറഞ്ഞുതരാം. ചെറിയ ഉള്ളിയും വേണം, വെളുത്തുള്ളിയും വേണം. അപ്പോൾ അത് നമുക്ക് വേഗം തന്നെ നന്നാക്കുക. കൂടുതലൊന്നും വേണ്ട കേട്ടോ, ചെറിയ ഉള്ളി കുറച്ച് മതി. അപ്പോൾ ഇത്ര മതി കേട്ടോ ചെറിയ ഉള്ളി. ഇനി കുറച്ച് വെളുത്തുള്ളി കൂടി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞല്ലോ കേട്ടോ, സോറി, നന്നാക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഉള്ളീൻ്റെ തോല് നമ്മൾ എന്താ ചെയ്യുക, ചെടുക്കിയിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ തോലൊക്കെ കളഞ്ഞ് നന്നാക്കി ഉള്ളി നല്ലപോലെ കഴുകിയിട്ടുണ്ട്. നമുക്കത് എന്താ ചെയ്യേണ്ടേ, ഇതേപോലെ ഉരുളിലിട്ട് ചതയ്ക്കുക. ഉള്ളി ചതക്കൽ കഴിഞ്ഞു. നമുക്കിതിക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടാൻ പോണേ. അപ്പോൾ നല്ല പോലെ വലിയൊരു സ്പൂണ് നിറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്, കാരണം അത് നല്ല നിറം ഉണ്ടാവും, എരിവ് കുറവാകും. അപ്പം ഇനി എരിവ് നല്ലോണം വേണമെന്നുള്ളവർക്ക് എന്താ വെച്ചാൽ പിന്നെ നമ്മളെ സാധാ മുളകില്ലേ അത് ചേർത്തോണ്ട് കേട്ടോ. അടുത്ത നമ്മൾ ചേർക്കാൻ പോകണം എന്താ വെച്ചാൽ ഇതാ ചിക്കൻ മസാല. അതും ഞാൻ നല്ല പോലെ ഒരു സ്പൂണ് നിറച്ചും പിന്നെ ഒരു അര സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ആട്ടോ ഇടണേ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ നല്ലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ്, നല്ല നിറം ഉണ്ടാവും. ഇനി നമ്മൾ ഉപ്പിടാം കേട്ടോ. അപ്പോൾ അത് ആ ഉപ്പ് ആവശ്യത്തിന് എല്ലാവരും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചേനപ്പൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിന്നൂന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേനപ്പൊരി. അപ്പോൾ നല്ലോണം മൊരിക്കണം എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഞാനിതാ ഒരു 2.5 സ്പൂണ് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചതച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി സംഭവമാണിത്. അപ്പോൾ അത് മുഴുവൻ നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ തന്നെ നല്ലൊരു മണം അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കറിവേപ്പില ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ കറിവേപ്പില എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത്, അപ്പോൾ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ കറിവേപ്പിലേനെ കുറിച്ചുള്ള. അപ്പോൾ അത് നമുക്ക് നല്ല പോലെ 2 ഇല്ലി ഇതേപോലെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നിറഞ്ഞിങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നുള്ളി മുറിച്ചിടാം കേട്ടോ. നമുക്ക് വേഗം തന്നെ അത് മിക്സ് ചെയ്യണം, നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഈ സമയത്ത് ഇനി ഉപ്പുണ്ടാവും എരിവുണ്ടോയെന്നൊക്കെ നോക്കണേ, ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും മസാലയൊക്കെ ഇതിക്ക് നല്ല പോലെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വരെ അത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ 10 മിനിറ്റ് വരെ മാറ്റി വയ്ക്കണില്ല, കാരണം എന്താ വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വേഗം തന്നെ പൊരിച്ചെടുക്കുക. എന്തായാലും കുറച്ചൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഞാൻ, കാരണം നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ച് വരുമ്പോഴേക്ക് പിടിച്ചോളും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ആ കത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ പാത്രം വെച്ചെടുക്കുകയാണ്. ഗ്യാസ് അടുപ്പ് എല്ലാവർക്കും ഓർമ്മയില്ലേ, അങ്ങനെ വീഡിയോ നമ്മൾ ചെയ്തേന്നു. അപ്പോൾ അതാരെയും കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൊരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണേ. ചട്ടി ചൂടായിട്ടൊന്നുമില്ല, ഞാൻ ചട്ടി വെച്ചപ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയട്ടെ. അപ്പോൾ ചട്ടി ഇങ്ങനെ ചൂടായി വരും. അപ്പോൾ നമുക്ക് നമ്മളെ പൊരി തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ് നല്ല എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യണേ, ഈ കരിവേപ്പിൻ്റെ ഇല വേഗം ഒന്ന് നമുക്ക് വറുത്ത് കോരും കേട്ടോ. ഇത് ലാസ്റ്റ് വെറുതെ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഡെക്കറേഷൻ പണി ഉണ്ടാവില്ലാണേ. അപ്പോൾ നമുക്കതൊരു പാത്രത്തിൽ ഇങ്ങനെ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചേന ഒന്നും കൂടി ഒരു കുഴഞ്ഞില്ലേ, നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചോണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ഇടാൻ പോവുകയാണേ, ഫസ്റ്റത്തെ ഇടാൻ പോവുകയാണേ ലാട്ട്.
അപ്പോൾ കുറച്ചും കൂടി ഇടാം നമുക്ക്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് ഇതാ വരുന്നു. അപ്പോൾ അതാ നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കട്ടോ. പിന്നെ ഈ ഒരു ചേന എന്നൊക്കെ പറഞ്ഞാലേ നമ്മളെ നാടൻ വിഭവമാണ്. പക്ഷെ ഇതൊക്കെ പൊരിച്ചൊക്കെ തിരുമ്പോൾ എന്താ അതൊരു നാടൻ രുചിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അതായത് നമുക്ക് നോമ്പ് കാലമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിലേ ചോറുക്ക് ഈ ഒരു ചേനപ്പൊരിയൊക്കെ ഉണ്ടായാൽ അടിപൊളിയായി ചോറിന. അപ്പോൾ നോമ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ അമ്പലത്തേക്ക് പോകൂലേ, ശബരിമലയ്ക്ക് അങ്ങനെയൊക്കെ ഈ നോൺ വെജ് കഴിക്കാതെ നിൽക്കുന്ന നോമ്പുണ്ടല്ലോ, അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മീനൊക്കെ ഇല്ലാതെ ചോറിനാനൊക്കെ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. അപ്പോൾ ഓർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാം തരം ഒരു സംഭവം കേട്ടോ ഈ ചേനപ്പൊരി. നല്ല ടേസ്റ്റാണ്. ഇതൊരു മീനിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആരാ അപ്പത്ത് വരുന്നേ? നിങ്ങളെവിടെ ഇത്ര നേരം? അല്ല പിന്നെ മീൻ വറുക്കണ വേണം പറഞ്ഞ് വന്നതാ ആള്. ഇതെന്താത്? എന്താണ്? ആ മീനിന്റെ മോഡലാണ്. ഇത് എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ വേണ്ടേ, എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? അതെ അതെ അതെ. പക്ഷെ ടേസ്റ്റ് ഒക്കെ ഒരേ പോലെ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കിയാലും ഒക്കെ ഒരേ പോലെ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇത് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇതൊന്ന് വന്തിനൊക്കെയാണ്. പോരാ. ഇപ്പോൾ നല്ല പോലെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് കോരി മാറ്റാൻ പോവാണേ. നമ്മൾ നല്ല പോലെ ഈ ഒരു പാത്രത്തേക്ക് മാറ്റാം. എന്താ പറയാ? മുരിഞ്ഞു മുരിഞ്ഞു എന്നല്ല, മൊരിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾക്ക് കുളി ഞാൻ വിട്ടുതരാം. അമ്മയ്ക്ക് വലിപ്പം, ഈ മേശ കുറച്ച് വലിപ്പം കൂടുതലാണ്. 3 ചപ്പിളിയാ. 3 ചപ്പിളിയോ? നമ്മളെ വ്യൂവേഴ്സ് നമ്മളെ കളിയാക്കി കൊല്ലും. 3 ചപ്പിളിയാവും എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ നമ്മളെ ഭാഷ ആർക്കും മനസ്സിലാവണില്ല എന്നാണ് ഓരോരുത്തർ കമൻ്റ് എഴുതുന്നത്. ഇപ്പം അമ്മ എന്താ പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ മലപ്പുറത്തേക്ക് മുഖത്തിന് മൂന്ത എന്ന് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ ഇടുമ്പോൾ അമ്മ വലിപ്പത്ര ആയതുകൊണ്ടേ അമ്മേൻ്റെ മുഖം കേട് വരുന്നാണ് അമ്മ പറഞ്ഞത്. 3 ചപ്പിളിയാവുന്നു. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയിലമ്മ. ഇതൊരു ബീഫിൻ്റെ ഒക്കെ അല്ലേ, ബീഫ് ചില്ലി അടിപൊളി. ടെസേൻ്റെ വിചാരം മീൻ വറുക്കാണ് നമ്മൾ. അത് മുണ്ടാതെ കുത്തിരിക്കുക. ഇപ്പം കൊണ്ടുവന്ന് തരും വിചാരിച്ചിട്ട്. അതെന്താ അറിയാമ്മ, ഞാൻ എരി കുറച്ചത്, എനിക്ക് പുണ്ണുണ്ട്. അപ്പം നിങ്ങൾ ഇനി വീഡിയോയ്ക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ള കാന്താരിയൊക്കെ പാടത്തിൽ മുറിച്ചിട്ടേതു. അതിനെന്താ വെച്ചാൽ എരി വേണം. ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വ്യൂവേഴ്സിനോട്. എരിവ് നല്ലോണം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എരിവിടാം. ഞാനെന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പോൾ കൊറോണയൊക്കെ മാറിയതുകൊണ്ടേ അല്ലാതെ എരിവ് ഉപയോഗിക്കാറില്ല. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഈ ചേന എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഔഷധമൂല്യമുള്ള സംഭവമല്ലേ. ഒരുപാട് ഔഷധം ഉണ്ട് കേട്ടോ. പൈൽസിനൊക്കെ നല്ല മരുന്നാണ് ചേന. ആ അതെ, അമ്മയ്ക്ക് ഭയങ്കര ഇതാട്ടോ. ഇപ്പോൾ രണ്ടാം ട്രിപ്പ് ഇതാ നല്ല പോലെ അടിച്ച് പൊളിച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതും വാങ്ങാം. അപ്പം നമ്മളെ ചേനപ്പൊരി ഇതാ അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെയല്ലേ നമ്മൾ സാധാരണ കൂട്ടി കഴിക്കണേ. അപ്പോൾ ഞങ്ങളിന്ന് എന്തിൻ്റെ കൂടെയാണ് കൂട്ടി കഴിക്കാൻ പോണേ? അടിപൊളി കട്ടൻ ചായൻ്റെ കൂടെയാണ് കഴിക്കാൻ പോണേ. അപ്പോൾ എന്താ വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു കട്ടൻ ചായയും ചേനപ്പൊരി എങ്ങനെ ഉണ്ടാവും? സൂപ്പറാവും. അപ്പോൾ ഇതാ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തിളച്ചിട്ട് വേഗം പൊടിയിടണം. അപ്പം അമ്മ
നമ്മൾ ഈ അടിപൊളി സംഭവം ടേസ്റ്റ് ചെയ്യാനിതാ ഇവിടെ ഒരാളെത്തിയിട്ടുണ്ട്. നമ്മളെ ലാലു ആണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനാണ് ലാലു. 1-2 വീഡിയോയിലൊക്കെ നിന്നിട്ടുണ്ട് അല്ലേ ലാൽ? ഗ്രീൻ കറാക്കുവ അല്ല ബ്ലൂ കറാക്കുവ അതിൻ്റെ ഇതിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം അത് ഈ കട്ടൻ ചായയാണ് എനിക്ക് ഞാൻ തരാൻ പോണേ. അതിന് സ്പെഷ്യൽ ഒന്നുമില്ല. അപ്പോൾ ഈ സംഭവം ടേസ്റ്റ് ചെയ്യുക. അതെന്താ സാധനം മനസ്സിലായോ? ഇത് ചേനയാണ്. അത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ എന്താ അറിയോ, ഈ ചേനപ്പൊരിയും കട്ടൻ ചായയും കോംബോ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആണോ എന്നാണ് അറിയേണ്ടത്. നല്ല കറുമുറു ചൂടുണ്ടാവും കേട്ടോ. ചായ ചൂടുണ്ട് കേട്ടോ. എന്തോ മസാലക്കൂട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിന്. കുഞ്ഞ് നമ്മൾ സാധാരണ ഇടുന്ന എല്ലാ മസാലകൾ പിന്നെ എൻ്റെ അമ്മേന് കൈയിൻ്റെ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ. അത്രേ ഉണ്ടാവുള്ളൂ. ആ അതെ അതെ, സാധാരണ മസാല വീട്ടിലെല്ലാവരും ചേർക്കണ തന്നെ. നല്ല ക്രിസ്പിയാണ്. ആണോ? സൂപ്പറാ. അത് അമ്മ എന്താണ് ഇപ്പോൾ ലാലു പറയണത്? ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ സുഹൃത്തുക്കളെ. അപ്പോൾ തീരെടുത്തോ. അപ്പോൾ കട്ടൻ ചായയും ചേനപ്പൊരിയും നല്ല കോമ്പിനേഷൻ അല്ലേ? എല്ലാവരും നമ്മൾ ഇതുവരെയൊക്കെ ചോറിക്കാ കൂട്ടിയിട്ടുള്ളായിരുന്നു. അപ്പൊ ഞങ്ങളൊരു പരീക്ഷണമാണ് ലാലു ഇപ്പം. 4 മണി സ്നാക്ക്. എല്ലാവരും കഴിക്കാൻ പറ്റും. ചോറിക്കും പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പകരമൊക്കെ മീന് ഫ്രൈക്ക് പകരം. അതെ, നല്ല രസം കിട്ടും. നല്ലൊരു അടിപൊളി മസാല ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണോ അതോ കോമൺ ആയിട്ട് മസാലകളൊക്കെ യൂസ് ചെയ്ത്? സാധാ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മസാല മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, അതായത് ക്രിസ്പി ഉണ്ടാവില്ല, അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർത്തുന്നേ ഉള്ളൂ. സാധാ മസാല ഇപ്പോൾ ഞാൻ മസാല ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചൂടുണ്ടല്ലേ? നല്ല രസം. അത് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കട്ടൻ ചായക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഈ സംഭവം ചോറിക്കൊക്കെയാണ് നമ്മൾ സാധാരണ അടിപൊളിയായിട്ട്. ലാല് പറഞ്ഞ പോലെ ഞാനേ അമ്മ ഈ ഉള്ളിയും കൂട്ടി തിന്ന് നോക്കി, പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പം. ഒരു ഉള്ളീൻ്റെ ഒരു ഇതിങ്ങനെ എടുത്തിട്ട് പൊളി, അടിപൊളി. പൊളിന്ന് മാത്രം പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ പൊളിന്ന് മാത്രം പറഞ്ഞാൽ പോലെ അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കുക. അവരെല്ലാവരും ഉണ്ടാക്കട്ടെ അടിപൊളി സംഭവം. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മൾ ഇടുന്ന ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. മഴ തുള്ളിയിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയ അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ടാറ്റാ. ബൈ. മനു പൊളി. കയ്യിലാ ഞാൻ എൻ്റെ വായ തട്ടെന്നാ വിചാരിച്ചത്. എങ്ങനെയുണ്ട്? അടിപൊളി. ആ ടെസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇത്തിരി നേരായി ടേസ്റ്റ് നോക്കുന്നു.